ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ശ്യാമ ജോത്സ്യര് പറഞ്ഞത് കേട്ട് ഞെട്ടല് നിൽക്കണേ. കുഞ്ഞേച്ചി എങ്ങനെയാ ഈ ഹോമത്തിൽ പങ്കെടുക്കുക? കുഞ്ഞേച്ചി പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പപ്പിമോള് എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണേ. ശേഷം കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. അവിടെ ശാലിനി ഫയൽ നോക്കിക്കൊണ്ടിരിക്കുക. സത്യ അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി പഠിക്കുന്നുണ്ട്. ശാലിനി പറയും, അമ്മ ശ്രദ്ധിക്കുന്നില്ലെന്ന് വിചാരിക്കണ്ട, എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ചോദിച്ചിട്ടേ എഴുതാവൂ. സത്യ പറയും, അമ്മയെക്കുറിച്ച് തന്നെ എഴുതേണ്ടത്. അമ്മയുടെ സ്നേഹം, അമ്മ തരുന്ന കെയർ, അമ്മയെക്കുറിച്ച് 10 സെന്റൻസ് എഴുതണം. ശാലിനി പറയും, അപ്പൊ പിന്നെ എളുപ്പമായല്ലോ, ഇതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. സത്യ പറയും, അതെ, അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരും, അമ്മ പഠിപ്പിക്കും, കളിപ്പിക്കും, സ്കൂളിൽ പോകാൻ നേരം ചോറെടുത്തു തരും. പിന്നെ എന്തൊക്കെയാ അമ്മ ചെയ്യുന്നത്? ശാലിനി പറയും, പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കും. സത്യ പറയും, അത് എപ്പോഴും ഇല്ലല്ലോ. ശാലിനി പറയും, അത് കുഴപ്പമില്ല, എഴുതാവുന്നതാ. വേറെ എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? അമ്മയുടെ രൂപഭാവങ്ങള്, അമ്മ ഉപയോഗിക്കുന്ന പൊട്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ്, അമ്മയുടെ ഹോബി, അങ്ങനെ എല്ലാം എഴുതണം. ശാലിനിക്കും എന്താപ്പത്, PSC പരീക്ഷയ്ക്ക് പോലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ടല്ലോ. സത്യ പറയും, പക്ഷെ ഞങ്ങൾക്ക് എഴുതണം. ശാലിനി പറയും, സത്യ പറയും, ഇതൊക്കെ പിന്നെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാം, അമ്മേന്റെ മുന്നിൽ ഇരിക്കല്ലേ, പക്ഷെ അടുത്തത് എഴുതാൻ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ശാലിനിക്കും അതെന്താ? സത്യ പറയും, അടുത്തത് എഴുതേണ്ടത് അച്ഛനെ കുറിച്ചാ. അത് കേൾക്കുമ്പോ തന്നെ ശാലിനിയുടെ മുഖത്ത് ഭാവം മാറണേ, ഒരു സങ്കടം വരും. സത്യ പറയും, അച്ഛനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അച്ഛൻ എങ്ങനെയാ അമ്മ ഇരുന്നിരുന്നത്? നല്ല ഓരമുള്ള ആളായിരുന്നോ? ശാലിനി ആകെ വെപ്രാളത്തിലായി പോവാണേ. ഉയരണ്ടോന്നൊക്കെ ചോദിച്ചാ ഇതിപ്പോ എങ്ങനെയാ സത്യയുടെ വിഷ്ണുവേട്ടന്റെ അത്രയും പൊക്കം വരുന്നു പറയുന്നത്? അവൾക്കും വല്ല സംശയവും തോന്നിയാലോ? സത്യയ്ക്കും പറയമ്മേ. അത് പിന്നെ സത്യയ്ക്കും എന്റെ വിഷ്ണുവച്ചന്റെ അത്രയും പൊക്കം വരുമോ? ശാലിനിക്കും മോളും വിഷ്ണുവച്ചൻ എന്നാണോ വിളിക്കുന്നത്? സത്യ പറയും, പിന്നല്ലാതെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഓടി ജയിച്ച ആളല്ലേ, അപ്പൊ ഞാനും അങ്ങനെയല്ലേ വിളിക്കേണ്ടത്. ശാലിനിയുടെ കണ്ണ് നിറയുന്നുണ്ട്. പറ അമ്മേ, വിഷ്ണുവച്ചന്റെ അത്രയും പൊക്കം വരുമോ? ശാലിനി പറയും, വരുമെങ്കിൽ വിഷ്ണുവച്ചനെ വിളിച്ച് ചോദിക്കാനാ എത്ര പൊക്കം ഉണ്ടെന്ന്, എന്നിട്ട് അതങ്ങ് എഴുതിയാ പോരെ. അമ്മ ഫോണിങ് തന്നെ ഞാൻ വിളിച്ചു ചോദിക്കാം. ശാലിനി പറയും, അതൊന്നും വേണ്ട, ഒരു 160 സെന്റിമീറ്റർ. സത്യയ്ക്കും, അപ്പൊ കളറോ? പറയമ്മേ, കളറോ? ശാലിനി പറയും, എന്നെ സത്യ നീ ഒന്ന് ചുമ്മാതിരിക്കും, ഏകദേശ രൂപ മനസ്സ് കണ്ട് നീ അങ്ങ് എഴുത്, അല്ലാതെ ഇപ്പൊ ഞാനെന്തു പറയാനാ. സത്യയ്ക്കും, അപ്പൊ അച്ഛനെ അമ്മയും കണ്ടിട്ടില്ലേ? ശാലിനി ദയനീയമായി നോക്കുക. സത്യയ്ക്കും, ഞാൻ ചോദിച്ചേ കേട്ടില്ലേ, അച്ഛനെ അമ്മ കണ്ടിട്ടില്ലേ? ശാലിനി വിചാരിക്കും, ഈശ്വര, ഇവള് ചോദിക്കുന്നതിനൊക്കെ ഞാൻ എങ്ങനെയാ മറുപടി പറയാ? അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയാനും പറ്റില്ലല്ലോ. പറയമ്മേ, എനിക്കിത് നാളെ ടീച്ചറും കാണിക്കാനുള്ളതാ. ശാലിനി പറയും, മോളെ, അച്ഛൻ ജോലിക്ക് പോയതിനു ശേഷം കുറെ നാളായിട്ട് അമ്മയും അച്ഛനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാ പറയാൻ ബുദ്ധിമുട്ടാ. സത്യയ്ക്കും, എന്നാ അമ്മ കാണുമ്പോ അച്ഛൻ എങ്ങനെയായിരുന്നത്? ഞാൻ കണ്ടിട്ടുള്ള ആരെങ്കിലും പോലെയാണോ? ശാലിനി പറയും, ഇപ്പോ ആരെയാ പറയാ? അപ്പോഴും സത്യ ചോദിക്കും, വിഷ്ണുവച്ചനെ പോലെയാണോ? ശാലിനി ഇങ്ങനെ ഞെട്ടിലൂടെ നോക്കും. സത്യ പറയും, പൊക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞില്ലേ വിഷ്ണുവച്ചന്റെ ഒക്കെ കാണുന്ന രൂപവും, അങ്ങനെയാണെങ്കിൽ ഞാൻ വിഷ്ണുവച്ചനെ കണ്ടങ്ങ് എഴുതിക്കോളാം. ശാലിനിക്ക് അങ്ങ് സങ്കടം വരും. ഒന്നും പറയാതിരിക്കുമ്പോ സത്യയ്ക്കും, എന്താ എഴുതിക്കോട്ടെ. ഇപ്പൊ ശാലിനി അന്ന് ആ മത്സരത്തില് വിഷ്ണു ജയിച്ച് കുട്ടികളെ എടുത്തിങ്ങനെ വട്ടം കറങ്ങുന്നൊക്കെയാണ് ആലോചിക്കുന്നത്. എന്നിട്ട് പറയും, എഴുതിക്കോ. സത്യ ആലോചിക്കുന്നത് വിഷ്ണുവിനെ ആദ്യം കണ്ടപ്പോ, അതായത് ക്ഷേത്രത്തിൽ വെച്ച് ഫസ്റ്റ് ടൈം കണ്ടില്ലേ, അതും പിന്നെ ഒരു പാനിപൂരി കഴിക്കാൻ പോയതും കേക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തതും ബർത്ത്ഡേയുടെ അന്നത്തെ കാര്യങ്ങള്, അങ്ങനെ എല്ലാം ആലോചിച്ചിട്ട് ശാലിനിയോട് പറയണേ, എന്റെ അച്ഛനെ എന്നെ വളരെ ഇഷ്ടമാണ്, അച്ഛനും ഞാനും കൂട്ടുകാരെ പോലെയാണ്, ഞാൻ എന്തു പറഞ്ഞാലും എന്റെ അച്ഛൻ സാധിച്ചു തരും, ഞാൻ എന്റെ അച്ഛനെ വിളിക്കുന്നത് ബിഗ് ഫ്രണ്ട് എന്നാണ്. ഇത്രയും കേൾക്കുമ്പോ തന്നെ ശാലിനിയുടെ ഉള്ളങ്ങ് പെടയാണേ. ഇത്രയും പോരെ അമ്മേ? ശാലിനി മിണ്ടാതെ നിൽക്കുമ്പോ സത്യ പറയും, അയ്യോ അത് വേണ്ട, ബിഗ് ഫ്രണ്ട് എന്ന് ഞാൻ വിളിക്കുന്നത് വിഷ്ണു അച്ഛനെയല്ലേ, അച്ഛനെ അല്ലല്ലോ എന്ന് പറഞ്ഞ ശേഷം സത്യ ഇങ്ങനെ, അതായത് വിഷ്ണുവിന്റെ ആ രൂപമൊക്കെ വെച്ചിട്ട് മുഖം വ്യക്തമല്ലാതെ ബ്ലറായിട്ടാണ് ഈ ഭാഗം കാണിക്കുന്നത്. മുഖം അറിയാത്ത വിഷ്ണുവിന്റെ രൂപത്തിലുള്ള ഒരു അച്ഛനെയാണ് സത്യയുടെ മനസ്സിലുള്ളത്. എന്നിട്ട് പറയും, ബാക്കി ഞാൻ എഴുതിക്കോളാം. ശാലിനി ഇങ്ങനെ സങ്കടത്തിൽ നോക്കിയിരിക്കണേ. മുന്നിൽ വെച്ച് തന്നെ സത്യ എഴുതാണേ, എന്റെ അച്ഛൻ എന്നെ വളരെ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു എഴുതുന്നത് കാണുമ്പോ തന്നെ ശാലിനിക്ക് പിന്നെ ആ ഫയല് നോക്കാനൊന്നും തോന്നേയില്ല. അതവിടെ മാറ്റി വെച്ച് സത്യയെ നോക്കുക. ഞാനും എന്റെ അച്ഛനും കൂട്ടുകാരെ പോലെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ സങ്കടം സഹിക്കാനാവാതെ ശാലിനി അവിടെ എഴുന്നേറ്റ് പോവാ. ശാരദാമ്മ ഉണ്ടാവും ഹോളില് ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നേ. ശാലിനി അവിടെ വന്നിരിക്കും. ശാരദാമ്മ പറയും, സത്യമോൾക്ക് ഓരോ ദിവസം കൂടുന്തോറും അവളുടെ അച്ഛനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടിക്കൂടി വരിക. പല ചോദ്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കാനേ പറ്റുന്നുള്ളൂ. അടുത്ത് വന്ന് നിൽക്കുമ്പോ എന്തായിരിക്കും ചോദിക്കാന്നുള്ള ചിന്തയാ മനസ്സ് മുഴുവനും. അതിന് എത്ര നാളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും? അവള് വലുതായി വരികയാണേ.
അവളുടെ സംശയങ്ങൾക്കും വളർച്ചയുണ്ടാകും. ഒടുവിലെ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരം ഇല്ലാണ്ടാകും. പിന്നെ പറയുന്നത് തൊട്ടും അവൾ വിശ്വസിക്കത്തുമില്ല. ശാലിനി പറയും, എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശാരദാമ്മ പറയും, പക്ഷേ അത് അവളുടെ ചോദ്യത്തിനുള്ള മറുപടി ആവില്ലല്ലോ മോളെ. അല്ല, നീ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, കാര്യമായിട്ട് പറഞ്ഞതാണോ? ശാലിനി പറയും, അത് പിന്നെ ആഗ്രഹിച്ചെടുത്ത തീരുമാനമൊന്നും അല്ലല്ലോ, സത്യമയിൽ നിന്നൊരു മാറി നിൽക്കൽ, അതേ ആഗ്രഹിച്ചുള്ളൂ. ശാരദാമ്മ പറയും, എല്ലാം ഈശ്വരനോട് പറയല്ലാതെ മറ്റെന്തു വഴി? ഒരു ഭാഗത്ത് നിന്റെ സങ്കടം, മറുഭാഗത്ത് അച്ഛനെ കാത്തിരിക്കുന്ന സത്യ. എല്ലാം കാണാനും സങ്കടപ്പെടാനും ഞാൻ. ഒന്നോർത്താ നീ പറയുന്നത് തന്നെയാ ശരി. ഒരു തീരുമാനം ആവാതെ ഇങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് എല്ലാം വിറ്റുപറക്കി എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാ. പിന്നെ ഓർക്കും ഓടി ഒളിക്കാനും വേണം ഒരു യോഗന്ന്. അതിന് കഴിയാത്തവർക്ക് കണ്ണീര് തന്നെയാ ശരണം. ഈ സമയത്തായിരിക്കും സത്യ അങ്ങോട്ട് വരുന്നത്. അമ്മേ, അച്ഛന്റെ ഒരു ഫോട്ടോ കിട്ടോ? ശാലിനി അങ്ങനെ ഇട്ടും. സത്യ പറയും, പഴയതായാലും മതി. ശാലിനി പറയും, അമ്മയുടെ കയ്യില് ഇല്ലല്ലോ മോളെ. സത്യ പറയും, ഷോ കഷ്ടായിപ്പോയി. എന്നാ പോട്ടെ, അച്ഛനെന്ന് വരും? അതെങ്കിലും പറയാൻ പറ്റുമോ? ശാലിനി ഉത്തരം മുട്ടി നിൽക്കണേ. ശാരദാമ്മ പറയും, അത് മോളെ, അച്ഛൻ്റെ അടുത്ത് കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അച്ഛന്റെ കീഴിൽ ഒരുപാട് പണിക്കാരും ഉണ്ട്. അച്ഛൻ അതെല്ലാം ഇട്ടറിഞ്ഞു വന്നാ അച്ഛന്റെ പണി പോവില്ലേ? സത്യം പറയും, അതൊന്നും അല്ല, എന്നെ ഇഷ്ടമല്ല അച്ഛന്. എന്നെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരില്ലായിരുന്നോ? എല്ലാ കുട്ടികൾക്കും എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചുകൊണ്ടാ അച്ഛൻ വരുന്നതെന്നറിയോ? അതൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ സങ്കടാകും. ശാരദാമ്മയ്ക്കും ശാലിനിക്കും വിഷമാവും. ശാരദാമ്മ പറയും, എന്തിനാ സങ്കടപ്പെടുന്നത്? സത്യമോൾക്ക് വേണ്ടി ക്യാഷ് ഉണ്ടാക്കാനല്ലേ അച്ഛൻ പോയിരിക്കുന്നത്. സത്യം പറയും, എനിക്കെന്തിനാ കാശ്? എനിക്ക് ക്യാഷ് ഒന്നും വേണ്ട, അച്ഛനൊന്ന് കണ്ടാൽ മാത്രം മതി. ശാരദാമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശാലിനി പറയും, ശാരദാമ്മ പറഞ്ഞത് മോള് കേട്ടതല്ലേ? അവിടുത്തെ പണി തീർന്നു കഴിഞ്ഞാ എന്റെ മോളുടെ അച്ഛൻ ഇങ്ങ് വരും. തീയതി പറയാമോ? എനിക്ക് എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവരെ വിളിച്ച് എന്റെ അച്ഛനെ കാണിക്കാലോ. ശാലിനി ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോ ശാരദാമ്മ പറയും, നീ കേട്ടല്ലോ സത്യമോള് പറഞ്ഞത്. ഇനി വിളിക്കുമ്പോ വരുന്ന ദിവസം കൃത്യമായിട്ട് പറയണമെന്ന് പറയണം. അന്ന് സത്യമോളുടെ കൂട്ടുകാരെയൊക്കെ നമുക്ക് വീട്ടിലേക്ക് വിളിക്കുകയും വേണം, അല്ലേ? എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ ശാലിനിയുടെ ഫോണ് ബെല്ലടിക്കണേ. നോക്കിയിട്ട് പറയും, ക്ഷാമയാണല്ലോ. ക്ഷാമ ടെൻഷനോടെ വിളിക്കുന്നത്. ഹലോ കുഞ്ഞേച്ചി. അതും തന്നെ ശാലിനി വയ്ക്കും, എന്താ ക്ഷാമേ, പ്രശ്നം വല്ലതും ഉണ്ടോ? ഉണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് കുഞ്ഞേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശാലിനി പറയും, നീ പറ. ക്ഷാമ പറയും, കുഞ്ഞേച്ചി അത് ഫോണിൽ സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല, എനിക്ക് കുഞ്ഞേച്ചിയെ നേരിട്ട് കാണണം. കുഞ്ഞേച്ചിക്ക് എവിടെ വരാൻ പറ്റും? ശാലിനി പറയും, ഞാൻ എവിടെ വേണമെങ്കിലും വരാം, നീ നിനക്ക് വരാൻ പറ്റുന്ന സ്ഥലം പറ. അത് പിന്നെ പപ്പിയുടെ സ്കൂളിന്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ശാലിനി പറയും, ശരി, ഞാനൊരു അരമണിക്കൂറിനകത്ത് വരാം. ശരി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാ. സത്യ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. എന്താടി എന്ന് ശാരദാമ്മ വയ്ക്കുമ്പോ ശാലിനി അതിന് മറുപടി പറയാൻ നിൽക്കുമ്പോഴേക്കും സത്യയ്ക്കും, അമ്മ അച്ഛൻ വരുന്ന തീയതി പറഞ്ഞില്ലല്ലോ. ശാലിനി ഇങ്ങനെ വീണ്ടും നെറ്റിക്ക് കൈവച്ച് നിൽക്കുക. ശാരദാമ്മ എഴുന്നേറ്റ് സത്യയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അതെ അമ്മ അച്ഛനോട് ചോദിക്കട്ടെ, എന്നിട്ട് തീരുമാനിച്ചിട്ട് ഒരു ദിവസം പറയാം. ആ ദിവസം ഏതാന്ന് സത്യമോളോട് പറയുകയും ചെയ്യും. അന്ന് അച്ഛൻ വരികയും ചെയ്യും. മോളിങ് വന്നേ, ഞാൻ പാലെടുത്ത് തരാം. സത്യ പറയും, എനിക്ക് വേണ്ട ശാരദാമ്മ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മോളിങ് വന്നേ, ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞ് സത്യയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ശാലിനി ഇങ്ങനെ നോക്കണേ. ശേഷം അവരവിടുന്ന് പോകും. അപ്പോ ശാലിനി ചിന്തിക്കുന്നത് എന്തായിരിക്കും ശ്യാമയ്ക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയും ശ്യാമയും കാണുന്നതാ. എന്താ ശ്യാമേ, എന്താ ഉണ്ടായത്? കുഞ്ഞിച്ചി, നമ്മൾ ഒരാളെയും അറിയിക്കാതെ വെച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു പറയേണ്ട സമയമായെന്ന് തോന്നുന്നു. ഇത് എത്രത്തോളം നമ്മൾ ഒളിപ്പിക്കുന്നോ അത്രത്തോളം കുഞ്ഞിച്ചിക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം കുഞ്ഞിച്ചിക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിന് ഞാനൊരു കാരണക്കാരിയാണല്ലോ എന്നുള്ള കുറ്റബോധം എന്നെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുക. കുഞ്ഞിച്ചി, നമുക്കിത് അവസാനിപ്പിക്കാം, ഇല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ഇല്ലാണ്ടാകും. ശാലിനി പറയും, ശ്യാമേ, എല്ലാം പറയാം, എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ കാഠിന്യം എത്രയാണെന്ന് നിനക്കും എനിക്കോ ചിന്തിക്കാനാവില്ല. ശ്യാമ പറയും, പക്ഷെ കുഞ്ഞിച്ചി, വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പപ്പിമോളെയും അവളുടെ അമ്മയെക്കുറിച്ചും ആകുമ്പോൾ പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ശാലിനി പറയും, ശ്യാമേ, അവളുടെ അമ്മ നീ തന്നെയാ, ഇനിയും അങ്ങനെ തന്നെ ആവണം. ഞാൻ പ്രസവിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ, അവളെ വളർത്തിയതും സംരക്ഷിച്ചതുമെല്ലാം നീ തന്നെയല്ലേ. ഞാൻ അവളെ നിന്റെ കയ്യിൽ തന്നത് പൂർണ്ണ മനസ്സോടെയല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ശ്യാമ പറയും, എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി കുഞ്ഞേച്ചി സ്വയം ഉരുകി തീരുകയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം എനിക്ക് വേണ്ടിയാ കുഞ്ഞേച്ചി ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം അതിപ്പോ പപ്പിയുടെ ജീവിതത്തിന് ആവശ്യമായി വന്നിരിക്കുക. അതിനെ പോറ്റമ്മയല്ല വേണ്ടത്, പെറ്റമ്മ തന്നെയാ. ശാലിനിക്കും, ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്താ ഉദ്ദേശിച്ചു വരുന്നത്? ശ്യാമ പറയും, തുടരെ തുടരെ പപ്പിമോൾക്കുണ്ടാകുന്ന അപകടങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയാ ജോത്സ്യനെ വിളിച്ചു വരുത്തിയത്. അപ്പൊ ആദ്യം നോക്കിയത് പപ്പിമോളുടെ ജാതകമാ. ജാതകവശാൽ പപ്പിമോൾക്കിപ്പോ കഷ്ടകാലമാ. അത് മാറണമെങ്കിൽ ഒരു ഹോമം ചെയ്യണമെന്നാ പറയുന്നത്. പക്ഷെ അത് ചെയ്യേണ്ടത് പപ്പിയുടെ അമ്മയായിരിക്കണം, എന്നാലേ പപ്പിമോളുടെ ദോഷങ്ങൾ മാറൂ. പപ്പിയുടെ രക്ഷയ്ക്കായി നടത്തുന്ന ഈ ഹോമം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തുന്നത് ശരിയാണോ? അങ്ങനെ ഒരു കളവ് കാണിച്ച് നടത്തേണ്ട കർമ്മമാണോ ഇത്? ശാലിനി ഇങ്ങനെ തല താഴ്ത്തി ശ്യാമയുടെ മുഖത്ത് നോക്കുന്നില്ല. ശ്യാമ പറയും, അമ്മ എപ്പോഴും അമ്മ തന്നെയാ.
ഈ സമയത്തായിരിക്കും സുസ്മിത ആ വഴി വരുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കാണുമ്പോ വണ്ടി നിർത്തിക്കേ എന്ന് പറഞ്ഞേ വണ്ടി അവിടെ സൈഡാക്കി ഇവരെ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്യാമ പറയണേ, അമ്മയായി പലർക്കും വേഷം കെട്ട, എന്നാ നൊന്ത് പ്രസവിച്ച് കിട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു അവകാശം ഉണ്ടല്ലോ, പൊക്കിൾക്കുടിയിൽ നിന്നുണ്ടാവുന്ന ആ ബന്ധം, അതിനെ അർത്ഥം മുറിച്ചു കളയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഇതൊക്കെ സുസ്മിത അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ശ്യാമ പറയും, അതുകൊണ്ടാ കുഞ്ഞേച്ചി ഞാൻ പറയുന്നത്, കുഞ്ഞേച്ചിയാണ് പപ്പിയുടെ അമ്മയെന്ന് തുറന്നു പറയാൻ സമയമെന്ന്. ഇതേ സമയം സുസ്മിത കാറിന്നിറങ്ങി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശാലിനി പറയും, ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്നാ പോരെ ശ്യാമേ, ആ കർമ്മങ്ങള് ഏറ്റെടുത്ത് ചെയ്താ പോരെ, മറിച്ച് സത്യങ്ങൾ അറിഞ്ഞാൽ ചിന്നി ചിതറാൻ പോകുന്നത് ഒരുപാട് ജീവിതങ്ങളാണ് ശ്യാമേ. ഇതൊക്കെ സുസ്മിത ആ മരത്തിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണുന്നും കേൾക്കുന്നുണ്ട്. ശ്യാമ പറയും, പക്ഷെ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ തകരുന്നത് പപ്പിയുടെ ജീവിതമാണ്. ശാലിനി പറയും, പപ്പിക്ക് വേണ്ടിയിട്ടുള്ള പൂജകളെ ഞാൻ ചെയ്താ പോരെ. ശ്യാമ പറയും, കുഞ്ഞേച്ചി സത്യം അതിനൊന്നും സമ്മതിക്കില്ല, സത്യം തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. ഞാൻ കുഞ്ഞേച്ചിയെ ചതിക്കില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു കഴിഞ്ഞു, അതിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. ശാലിനി പറയും, ശ്യാമേ എന്റെ പൂർണ്ണ മനസ്സോടെയാ ഞാൻ നിനക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തന്നത്. ഇത് എന്റെ മനസ്സെന്ന് ആരും അറിയില്ല. അതെന്റെ അനുജത്തിക്ക് വേണ്ടി ഞാൻ എന്നോട് തന്നെ പറഞ്ഞ വാക്കാ, അത് ഞാനായിട്ട് തെറ്റിക്കില്ല. പകരം സത്യം അറിയാതെ ഞാൻ ഈ ഹോമത്തിൽ പങ്കുകൊണ്ടോളാം. എനിക്ക് പപ്പിമോളെ പോലെ തന്നെയാ നീയും. നിനക്കൊരാപത്ത് വരാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കോ? ധൈര്യമായിട്ടിരിക്കെ, ഹോമത്തില് ഞാൻ പങ്കുകൊണ്ടോളാം. ഇതേസമയം സുസ്മിത മനസ്സിൽ വിചാരിക്കും, ശാലിനി നിന്റെ കണക്ക് കൂട്ടലുകൾ ഇനി മുതൽ തെറ്റിത്തുടങ്ങും. കാരണം എതിർസ്ഥാനത്ത് നിൽക്കുന്നത് സുസ്മിതയാണ്. ഒരുപാട് ആത്മവിശ്വാസമുള്ള വിജയചരിത്രം മാത്രമുള്ള സുസ്മിത. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ പതനമാ, ഭൂമിയുടെ അടിയിലേക്കുള്ള എന്നേക്കുമായിട്ടുള്ള പതനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോമത്തിന്റെ ആ ദിവസം വന്നിരിക്കണേ. വിഷ്ണുവും സത്യാമ്മയും ശ്യാമയും രോഹിത്തും പപ്പിമോളും ക്ഷേത്രത്തിൽ വന്നിരിക്കുക ഹോമം നടത്താനായിട്ട്. കർമ്മം ചെയ്യുന്ന തിരുമേനി വയ്ക്കും, പത്മിനി. സത്യഭാമ ദാ ഇവളാ പത്മിനി, ഇവൾക്ക് വേണ്ടിയാ ഹോമം നടത്തുന്നത്, എല്ലാം ഈശ്വരന് വേണ്ടിയാണെന്ന് പറയൂ. പിന്നീടുള്ള വരും വരായികൾ തീരുമാനിക്കുമ്പോ ആ അവകാശവും അതല്ല ആ ചൈതന്യത്തിൽ നിക്ഷിപ്തമാണല്ലോ. പ്രാർത്ഥിച്ചോളൂ, മനമൊരുക്കി പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയം ശ്യാമ അങ്ങനെ ശാലിനിയെ തരയാ. ശേഷം തിരുമേനി കുറച്ച് പുഷ്പങ്ങളെ പപ്പിമോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ഇത് കയ്യിൽ വെക്കൂ, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇതളെടുത്ത് പ്രാർത്ഥിച്ച് തലയിൽ വെക്കൂ. തൊഴുതു പിടിച്ച് പ്രദക്ഷിണം ചെയ്തു വരാ. പ്രദക്ഷിണം ചെയ്യുമ്പോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആർക്കു വേണ്ടിയാണ് ആയുഷോമം നടത്തുന്നത്? അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കിട്ടാൻ പ്രാർത്ഥിക്കുക. ഓമകുണ്ടത്തിലേക്ക് ആ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം മാത്രമാണ് പ്രദക്ഷിണത്തിനായി പോകേണ്ടത്. കുട്ടിയുടെ അമ്മ എന്ന് പറയുമ്പോ ശ്യാമ ഇങ്ങനെ ശാലിനിയെ തെരയാണേ. അപ്പൊ രോഹിത്തും എല്ലാവരും ശ്യാമയെ നോക്കും. ഭാമ പറയും, ചെല്ലു ശ്യാമേ, ദാ തിരുമേനി ഇവളാണ്. അങ്ങനെ തിരുമേനി പറയും, ഇതിൽ അമ്മയുടെ പ്രാർത്ഥനയ്ക്കാ മുഖ്യസ്ഥാനം. മക്കൾക്ക് വേണ്ടി അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഏത് ഭഗവാനാ അത് കേൾക്കാതിരിക്കാൻ പറ്റുക? ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നതുപോലെ തന്നെയാ ആ കുഞ്ഞിന്റെ ആയുസ് നിലനിർത്തുക എന്നുള്ളത്. അതിന് മാതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്തു വരിക. ഇപ്പോഴും ശ്യാമ പേടിച്ചുകൊണ്ടാ നിൽക്കുന്നത്. അങ്ങനെ ഭാമ പറയും, പപ്പിയോട് മോള് പ്രാർത്ഥിക്കേ. ശ്യാമ ഇങ്ങനെ ശാലിനിയെ തെരയുന്നുണ്ട്. ഭഗവാനെ, അമ്മയുടെ സ്ഥാനം മാത്രമേ എനിക്ക്, എന്റെ പപ്പിമോളെ കാത്തോളണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം പ്രദക്ഷിണം വെക്കാൻ തുടങ്ങാ. ഇതേ സമയം ശാലിനി സത്യയെ കൂട്ടി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ശ്യാമയാണെങ്കിൽ പ്രദക്ഷിണം വെക്കുന്ന സമയത്തൊക്കെ ശാലിനിയെ തെരയുന്നുണ്ട്. ശ്യാമയും രോഹിത്തും വിഷ്ണുവും സത്യഭാമയും പപ്പിയും എല്ലാവരും ഒരുമിച്ച് ആ പ്രദക്ഷിണം വെക്കുന്നത്. അങ്ങനെ ഇവര് നേരെ വരുന്നത് ശാലിനിയുടെയും സത്യയുടെയും മുന്നിലേക്കായിരിക്കും. വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവും. ശ്യാമയ്ക്ക് നല്ല സന്തോഷമുണ്ട്, രോഹിത്തിന്റെ മുഖത്ത് സന്തോഷം. ഭാമയ്ക്കാണെങ്കിൽ ശാലിനിയെ കാണുന്നതേ ഇഷ്ടമല്ലല്ലോ. ഹായ് ബിഗ് ഫ്രണ്ട്, ഹായ് സത്യേ, ഹായ് പപ്പി എന്നൊക്കെ പറഞ്ഞ് പിള്ളേര് തമ്മിൽ ഓടി കെട്ടിപ്പിടിക്കുക. വാ സത്യേ, നമുക്ക് അവിടെ എല്ലാം പോയി തൊഴുതിട്ട് വരാം, വാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശ്യാമ പറയും, ദേ ദൂരേക്കൊന്നും പോയേക്കല്ലേ, ഹോമം നടക്കുമ്പോ രണ്ടുപേരും അവിടെ ഉണ്ടായിരിക്കണം. ശരിയമ്മേ എന്ന് പറഞ്ഞ് പപ്പി സത്യയെ കൂട്ടി അവിടുന്ന് പോകും. ശാലിനിയെ കണ്ട സന്തോഷത്തില് വിഷ്ണു അടുത്തേക്ക് ചെല്ലുമ്പോ ഭാമ, വിഷ്ണു ഇതൊരു ക്ഷേത്രമാ, ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്, അതിവിടെ വരുന്നവരൊക്കെ ആരായാലും പാലിക്കേണ്ടതാ. വിഷ്ണുക്കും അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ഭാമയും പലതും ഉണ്ടാവാതിരിക്കാനാ ഞാനിപ്പോ അത് പറഞ്ഞത്. ശ്യാമയ്ക്കും അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ കുഞ്ഞേച്ചി? ഭാമയും അതിനിവിടെ കല്യാണം ഒന്നും നടക്കുന്നില്ലല്ലോ, കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്താനായിട്ട്. വിഷ്ണുക്കും അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇത് പപ്പിമോളുടെ പേരിൽ നടത്തുന്ന ഹോമല്ലേ, അതിൽ പങ്കെടുക്കാനുള്ള അവകാശം ശ്യാമയുടെ വീട്ടുകാർക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് സത്യഭാമയുടെ വാ അടുപ്പിക്കാണ് വിഷ്ണു. അങ്ങനെ ശാലിനി ശ്യാമയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നീട് കാണിക്കുന്നത് പ്രമോലെ സുസ്മിത ഫോണില് ശാലിനിയെ വിളിക്കണേ. വോയിസ് മനസ്സിലാവാതിരിക്കാനായിട്ട് സാരി കൊണ്ട് ഫോൺ ഇങ്ങനെ കവർ ചെയ്തിട്ടാ സംസാരിക്കുന്നത്. ശാരദയുടെ മൂന്നാമത്തെ മകൾ ശ്യാമയും. പിന്നെ ഈ രഹസ്യം അറിഞ്ഞാൽ സത്യഭാമ കുറ്റിച്ചൂലെടുത്ത് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിക്കും എന്ന് പറയുന്ന കേൾക്കുമ്പോ ശാലിനി ഞെട്ടുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള രഹസ്യം ഏതോ ഒരു ശത്രു അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തില് ഞെട്ടി നിൽക്കാണ് ശാലിനി.
ഈ സമയം ഭാമയെയും ആരോ കോൾ ചെയ്യുന്നുണ്ട്. ഭാമയും ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ രോഹിത് ശ്യാമയെ തല്ലുന്നതാണ്. നീ അപ്പൊ ഇത്രയും നാൾ എന്നെ ചതിക്കായിരുന്നല്ലേ എന്നും വിരൽ ചൂണ്ടി ചോദിക്കുമ്പോ ശ്യാമ അങ്ങ് ഞെട്ടിപ്പോവാണേ. അവിടെ നിന്ന് കരയുന്നതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇതൊക്കെ ഇനി സത്യമാണോ സ്വപ്നമാണോ എന്നറിയില്ല. എന്തായാലും അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്